ഹലോ ഗൈസ്, അപ്പോൾ GTA 5 പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക നമ്മളൊരു ടൂർ പോകാൻ പോകണ്ട. അതായത് നമ്മൾ ഇന്നലെ കിടന്നപ്പോഴാണ് ഫ്രാങ്ക്ലിന് ഒരു ആഗ്രഹം വന്നത്. അതായത് ഫ്രാങ്ക്ലിന് ബുർജ് ഖലീഫേൻ്റെ മേലിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ നമ്മളതിൽ പിന്നെ പൈസ ഒക്കെ വെറുതെ ഇരിക്കണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ ബുർജ് ഖലീഫയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള പ്ലാനൊക്കെ സെറ്റാക്കി പ്ലെയിനൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴൊരു 10 ആ സമയത്ത് 11 ആ സമയമൊക്കെ ആകുമ്പോഴാണ് പ്ലെയിനിൽ നിന്ന് പറഞ്ഞേക്കണം. ഇപ്പോൾ നമ്മൾ 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് എത്താനാണ് കേട്ടോ പരിപാടി. ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം തോന്നിയപ്പോൾ നമ്മളങ്ങ് ആഗ്രഹം സാധിക്കാമെന്ന് വെച്ചു കേട്ടോ. നമുക്ക് വെറുതെ ഈ ഡ്രസ്സ് ഇട്ട് പോയാൽ ലുക്കില്ലല്ലോ. നമുക്ക് ദുബായിലെ ഡ്രസ്സ് ഇടാം കേട്ടോ ഗൈസ്. ദുബായിലെ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഏത് ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ അറബി ഫ്രാങ്ക്ലിൻ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഷേക്കായിരിക്കാം കേട്ടോ. നമ്മൾ ഈ വേഷത്തിൽ നമ്മളങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ട്രൗസറുണ്ട്, അത് നോക്കണ്ട, എങ്ങനെ കഴിഞ്ഞു പോയല്ലേ പണി കിട്ടും. അതാ നമ്മുടെ നാട്ടിൽ മുണ്ടൊക്കെ എടുക്കുമ്പോൾ ട്രൗസർ എടുക്കില്ല, അതേ സെയിം സെറ്റപ്പാണ് കേട്ടോ അവിടെ. എൻ്റെ അമ്മ ഫ്രാങ്ക്ലിൻ ലുക്കൊക്കെ ഇങ്ങോട്ട് ഷേക്കാണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഷേക്കായിരിക്കണം. ഇതിട്ട് നമ്മൾ ദുബായിൽ നമുക്ക് കുറച്ച് വിലയൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ ഡ്രസ്സ് നമുക്ക് ചേരുന്നുണ്ട് കേട്ടോ ഗൈസ്. വിചാരിച്ചു നന്നായി ചേരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പ്ലെയിൻ വരാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, 8:10 10 മണിക്കാണ് കേട്ടോ ഈ ട്രെയിൻ വരെ. നമുക്കൊരു ഇവിടുന്ന് വീടാണ് ഈ കാട്ടണേ. നമ്മൾ പക്ഷെ വിളിച്ചപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ പണി നടക്കണം കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പ്ലെയിനൊന്നും ഇപ്പോൾ ഇറക്കണില്ല. വില്ലേജിലും എയർപോർട്ട് ഉണ്ടല്ലേ, അവിടെ എങ്ങാണ്ട് പ്ലെയിൻ ഇറക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ എയർപോർട്ടിലേക്ക് വേഗം ചെല്ലാം കേട്ടോ. പ്ലെയിൻ ലേറ്റായി പണി കിട്ടും കേട്ടോ, സീനാവും. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എയർപോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പ്ലെയിൻ വരുന്ന പറയണം. ഇവിടെ അതിനൊക്കെയുള്ള സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെയാണ് പ്ലെയിൻ വരാമെന്ന് പറഞ്ഞത്. ഇവിടെ ഒക്കെ ഇറക്കാൻ പറ്റുമോ ഗൈസ്? ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ കാറ് പാർക്ക് ചെയ്യണോ അല്ല അവിടെ എന്തോ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാറൊന്ന് പാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെയാണ് ബിൽഡിങ്ങും, ഇവിടെ വല്ല സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും ഇടണ്ട. ഇവിടെ എന്തോ കട എന്തോ നടത്തുന്നുണ്ട്. ഒരു അണ്ണൻ പോകണ്ട, അണ്ണ അടിച്ചു കൊല്ലും. അവിടെ കാർ പാർക്ക് ആ സൈഡില്ലേ. ഓക്കെ ഗൈസ്, ഇവിടെ ഇട്ടോളാണ് ഗൈസ് അണ്ണൻ പറഞ്ഞ്. എന്നാലും ഇവിടെ നമ്മുടെ കാർ ഇട്ടിട്ട് വേഗം ഇങ്ങോട്ട് ചെല്ലാം. ഇവിടെ ഇട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, സെറ്റ്. നമുക്ക് എയർപോർട്ടിലേക്ക് ചെല്ലാം. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ വരാനും ഇനി 1/2 മണിക്കൂർ കൂടി ഉണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്ഥലം, ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഇരിക്കാം കേട്ടോ. ഓക്കെ, നമ്മളോട് ഇരിക്കുമ്പോഴായിട്ട് ഒരു അണ്ണാവും നമ്മളെ വിളിച്ചാൽ നമ്മുടെ പ്ലെയിൻ എത്തിയെന്ന് പറഞ്ഞിട്ട്. ഭാഗ്യം പ്ലെയിൻ കൊണ്ടുപോയില്ല ഗൈസ്. ഇവിടുന്ന് തന്നെ അധികം പാസഞ്ചേഴ്സും ഇല്ലാത്തതുകൊണ്ട് ഒരാൾ നമ്മളെ വിളിച്ചേ ഭാഗ്യം കേട്ടോ. അല്ലെങ്കിൽ നമ്മളവിടെ കിടന്ന് ഉറങ്ങിയാൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തായാലും വേഗം ഓടിച്ചെന്ന് കയറാട്ടോ. ഓക്കെ, നമ്മൾ കയറിയിട്ട് നമ്മൾ പ്ലെയിൻ തന്നെ ടേക്ക് ഓഫ് ചെയ്യാണ്. എൻ്റെ അമ്മ വോയിസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ സ്ഥലമാണ്. എൻ്റെ അമ്മ നമ്മുടെ പ്ലെയിൻ കാണുമല്ലോ കേട്ടോ. നല്ല നീളമുള്ള പ്ലെയിനാണ്, പിന്നെ നല്ല ഇതുണ്ട്, വലിയ പ്ലെയിൻ. നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് ഇട്ടതാ നമ്മുടെ എയർപോർട്ടൊന്നും പറയാനില്ല. അതാ നമ്മുടെ മലേൻ്റെ അത്ര എത്തിയിട്ടാ. നല്ല സ്പീഡുള്ള പ്ലെയിനാണ്. ഏതാ നോക്കാം, നല്ല സ്പീഡിലാണ് ട്രേസ് പോണേ. നോക്കെന്തായാലും അവിടെ എത്തട്ടെ. എത്ര ഒരു 5 മണിക്കൂർ വേഗം എത്തും കേട്ടോ. ഇതെന്ന് പറയാൻ നല്ല സ്പീഡുള്ള പ്ലെയിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ അവിടെ എത്താറുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ദുബായ് കാണാൻ പറ്റുന്നുണ്ടാവും. ഗൈസ്, നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ബുർജ് ഖലീഫ കാണുന്നത്. മറ്റേ ടവറൊക്കെ ഉണ്ട് കേട്ടോ. അതാ സ്റ്റേഡിയം അല്ലത്, സ്റ്റേഡിയം കേട്ടോ. ദുബായ് ടവറൊക്കെ ഗൈസ് എന്തുമല്ല. നമ്മളിപ്പോൾ പ്ലെയിൻ പറക്കണ ഹൈറ്റിൻ്റെ കുറച്ചും കൂടി മേലുണ്ട് കേട്ടോ ദുബായ് ബുർജ് ഖലീഫ. നമ്മൾ എയർപോർട്ടിലേക്ക് ലാൻഡ് ആവാറുണ്ട്. ഇവിടുത്തെ എയർപോർട്ട് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ലോസ് ആൻഡോസിലെ പോലെയൊന്നുമില്ല. ലോസ് ആൻഡോസ് പിന്നെ ഇതിന് വലുതൊക്കെയാണ്, പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഗൈസ്. നമുക്കെന്തായാലും ഇവിടെ ലാൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ലാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൈലറ്റ് സൂക്ഷിച്ച് ലാൻഡ് ചെയ്യണം കേട്ടോ. എനിക്കിവിടെ തിരിച്ച് വീട്ടിൽ പോകാനുള്ള ഏതാ അവിടെ നിന്ന് ലാൻഡ് ചെയ്യണം. നല്ല എക്സ്പേർട്ടായിട്ടുള്ള സീനിയർ പൈലറ്റാണ് കേട്ടോ അത് ഓടിക്കണത്. നന്നായിട്ട് ആൾ ഓടിക്കുന്നുണ്ട് കേട്ടോ. ലാൻഡ് ആവാറുണ്ട് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. പിടിച്ചിരുന്നു, എല്ലാവരും സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടുണ്ട്. അയ്യോ, ലാൻഡായി.
ഓ ആ ദും ഓ ലാൻഡായിട്ട് ഗൈസ്. എൻ്റെ അമ്മ ഇങ്ങനെ ദുബായ് എയർപോർട്ടിൽ ലാൻഡായിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ഓഷ്യൻ കേട്ടോ. ഇത് ഐലൻഡ് പോലെ ദുബായ് ഗെയിമാണ്. അതാ എയർപോർട്ടൊക്കെ ഇതൊക്കെ പ്ലെയിൻ്റെ ഉൾഭാഗം പോലെ എയർപോർട്ടൊക്കെ. ഓ ബുർജ് ഖലീഫ ഉണ്ട് അവിടെ. ഓ പ്ലെയിൻ നിർത്താതെ ഇവിടെ നിർത്തുന്നു കേട്ടോ ഗൈസ്. ഓ പ്ലെയിൻ നിർത്തിയിട്ട് പ്ലെയിൻ ഇവിടെയാണ് ടേസ്റ്റ് നിർത്തുക. ഓ ഇത് എയർപോർട്ടൊക്കെ ഉണ്ട്. ഓ നമ്മുടെ പ്ലെയിൻ നിർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇറങ്ങാം. ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്ലെയിൻ നോക്കിയാൽ എന്ത് വലിയ പ്ലെയിനാണ്. ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം നമ്മൾ ഓർത്തത്. നമ്മൾ ഇവിടെ ഈ വെയിലത്ത് ഇറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫോണിൽ നമ്മൾ കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ എന്തോ കാർ അങ്ങനെ ഓർഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. നമുക്കായിട്ട് സ്പെഷ്യൽ കാറൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ എവിടെയാണ് തപ്പണേ. ഇവിടെ അറ്റത്തെന്തോ കിടക്കണ കാണാണ്ട് കേട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ടേയല്ല. ഓ ഗൈസ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ഒന്ന് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അത് ഈ കാറിനാണ് ഗൈസ്. കാറൊക്കെ നമ്മുടെ ലോസ് ആൻഡോസിലൊക്കെ ആണെങ്കിൽ പേട്ട ടാക്സിയുടെ കാറൊക്കെ പോലത്തെ കാറത്. ഇത് അങ്ങനത്തെ സൂപ്പർ കാറൊക്കെ ആയിരുന്നു. ഇത് റേസിങ് കാറാണ് കേട്ടോ. പക്ഷെ സീനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ ഡെസേർട്ടിൽ ഓടിക്കാൻ പറ്റണമല്ല. അതായത് ഓഫ് റോഡല്ല. ദുബായ് എന്ന് പറയുമ്പോൾ ഭാഗ്യം ഞാൻ വഴി തപ്പി പോയതാണ് കേട്ടോ. ഇവിടുത്തെ വഴി എവിടെയാണോ ആ അറ്റത്താണ് കേട്ടോ. അങ്ങോട്ട് പോയി നോക്കട്ടെ. ഓ ഇവിടെയാണ് തോന്നുന്നു വഴി. ഇതാ നല്ല സ്പീഡിലാണ് ടൈസ് നമ്മുടെ വണ്ടി പോണ്. കത്തിച്ചുകൊണ്ടുണ്ട്. എയർപോർട്ടൊക്കെ നോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്ലെയിൻ്റെ ഒക്കെ ഒരു ഉൾഭാഗം അങ്ങനത്തെ ഒരു ഡിസൈൻ പോലെ. ഈ വഴിയാണ് തോന്നുന്നു കേട്ടോ പുറത്തേക്കുള്ള വഴി. ഈ വഴി അതാ അവിടെ എന്തോ റോഡ് പോലെ കാണുന്നുണ്ട് കണ്ട അറ്റത്ത്. ഇവിടെ ഫുള്ള് ബിൽഡിങ് ഉണ്ട്. അങ്ങനെ വീടൊന്നും കാണില്ല ഇവിടെ. ഫുള്ള് ബിൽഡിങ്. എൻ്റെ അമ്മോ ഇതെന്ത് റോഡാണിത്. അയ്യോ 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 നിൽക്ക് പോലെ 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 അയ്യോ എൻ്റെ അമ്മോ ഭാഗ്യട്ടോ ഗൈസ്. ഞാൻ വണ്ടി വെള്ളത്തിൽ പോയെന്ന് വെച്ചേ. പിന്നെ കാർ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തന്നെ പ്ലെയിൻ്റെ കാശ് കൊടുക്കേണ്ടി വരും. അതായത് എന്താണ് ഗൈസ് അവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് പോലത്തെ സാധനം. എന്തോ ഓറിയോ ബിസ്ക്കറ്റാണ് ഗൈസ്. അവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ബിൽഡിങ് ഞാൻ കണ്ടിട്ട് എനിക്ക് ഈ ബിൽഡിംഗ് ഒന്ന് കാണട്ടെ കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര വലിയ ബിൽഡിങ്ങാണ്. കണ്ടീഷൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല തോന്നുന്നു. കൊള്ളാട്ടെ. നമ്മൾ വിചാരിക്കുന്ന വലിയ ബിൽഡിങ്ങാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ്ങൊക്കെ മേസ് ബാങ്കിൻ്റെ അത്ര റേറ്റ് ഉണ്ടോ. മേസ് ബാങ്കിൻ്റെ ഒക്കെ ഒരു അത്ര ഒരു 5-10 ഇരട്ടി വലിപ്പുണ്ടാവും കേട്ടോ ബുർജ് ഖലീഫ. ഇത് എന്തായാലും ഉറപ്പാണ്. മേസ് ബാങ്ക് ഒന്നും കാണില്ല ബുർജ് ഖലീഫേൻ്റെ മേലിൽ നോക്കിയാൽ. അവിടെ എന്തോ ഒരു ചൈന പോലത്തെ ഒരു സാധനം കാണുന്നല്ലോ. ചൈനയിൽ കാണുന്ന പോലത്തെ സാധനം കേട്ടോ. നമുക്ക് ഇത് എന്ത് റോഡാണിത്. ഇതെങ്ങനെ ഇങ്ങോട്ട് കിടക്കുക. ഇതെന്തത് മരപ്പെട്ടി. ഇത് ഗൈസ് മരത്തിൻ്റെ മേലിൽ റോഡ് ഫിറ്റ് ചെയ്ത് വെച്ച ഒരു സാധനം. അവിടെ അങ്ങനെ വണ്ടികളൊന്നും അങ്ങനെ കാണാനില്ല കേട്ടോ. അവിടെ വണ്ടിയൊക്കെ മുടക്കാൻ തോന്നുന്നു. അയ്യോ ഇവിടെ ഓടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതവിടെ ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ നോക്കിയേ ഗൈസ്. ഫുട്ബോൾ സ്റ്റേഡിയം ഇത്. അവിടെ വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയം. വേൾഡ് കപ്പ് ഇതേത് വേൾഡ് കപ്പ് ഇത് നോക്കട്ടെ കേട്ടോ. എൻ്റെ അമ്മ വലിയ സ്റ്റേഡിയം. എന്ത് ഇവിടെ ഇത് ടവർ. അവിടെ എന്തോ മോസ്കോ. ഇതായി LED സ്ക്രീന് ഗൈസ്. ഇത് റിയൽ ലൈഫ് ഫോട്ടോ ആണ് കേട്ടോ. അതായത് നമ്മുടെ റിയൽ ലൈഫിൽ ഫുട്ബോളാണ്. എൻ്റെ അമ്മ ഇത് റിയൽ ലൈഫിൽ ഫുട്ബോളാട്ടോ. ഓക്കെ കറക്റ്റ്. അതെ ഇത് റിയൽ ലൈഫിലെ കറക്റ്റ് സാധനം. ഫ്രാൻസിൻ്റെ കളിയാന്ന് തോന്നുന്നു. എൻ്റെ അമ്മ അത് പൊളിച്ചിട്ടാണ്. ഇത് റിയൽ ലൈഫിലൊക്കെ ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഇതാണ്. നമുക്ക് ഈ ബിൽഡിങ്ങിലത്തെ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഈ ബിൽഡിങ്ങിൽ എന്തായാലും ഇരിക്കാം. ബിൽഡിങ്ങിൽ വെച്ച് ഇല്ല കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളെന്തായാലും ഇവിടുന്ന്
സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബിൽഡിങ്ങിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ നോക്കി നമുക്ക് സൺസെറ്റ് കാണാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഫോൺ എടുക്കട്ടെ. എനിക്കിത് ഭയങ്കര വലുതാണ്. ഇതന്നെ മേസ്ബാങ്ങിനെക്കാട്ടും വലുതാണ്. നമുക്ക് ഫോട്ടോ എടുക്കട്ടെ. എന്തെങ്കിലും ഇതുവരെ ഒന്നല്ലേ. ബോയ് ഗൈസ്. നമ്മൾ ആ ഫോട്ടോ എടുക്കുന്നു. സെൽഫി വിത്ത് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഡേ 1. ഫ്രാങ്ക്ലിൽ നോക്ക് സൺസെറ്റൊക്കെ നല്ല വൈബ് സ്ഥലത്ത്. ഇവിടെ വണ്ടികളൊന്നും കാണില്ല സത്യം പറഞ്ഞാൽ. വൈകുന്നേരമായിട്ടേ നമ്മുടെ ലോഡ്ജ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ ഫോട്ടോ തന്നെ. ആഫി ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ലോഡ്ജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ബിൽഡിങ്ങിന് തന്നെ അടുത്തായിട്ടാണ് ഗൈസ്. ഇന്ന് നമുക്ക് രാത്രി ഇപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം കേട്ടോ. ലോഡ്ജിൽ പോയിട്ടൊന്ന് കിടക്കട്ടെ ആദ്യം. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ നമുക്ക് ദുബായ് മുഴുവൻ കറങ്ങാം. പക്ഷെ നാളെ ഇപ്പോൾ എത്ര 1 മണിക്ക് തന്നെ ട്രെയിൻ കിട്ടാം. സാറല്ലേ, നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് നമുക്ക് മുഴുവനൊന്ന് കാണാം ഗൈസ്. ഇതാരാണിത്? ആരെയാണ് ഫടി കുത്തിക്കണത്? ആരാണോ? നമുക്ക് ചെല്ലാട്ടാ. ലോഡ്ജിൻ്റെ അവിടേക്ക് രാത്രി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാ 3 കണ്ടു തുടങ്ങി അവിടെ. നമ്മുടെ ലോഡ്ജ് എവിടെ അടുത്തുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ലോഡ്ജ്. നമുക്കത് കയറട്ടെ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ആയിട്ടാണ് ടൈസ് വന്നിരിക്കുന്നത്. എൻ്റെ ഇത് വലിയ ലോഡ്ജാണ് കേട്ടോ. 3 ബ്ലോക്ക്. നമ്മൾ എ ബ്ലോക്കിലാണ് തോന്നുന്നു. അല്ല ബി ബ്ലോക്കാണ് തോന്നുന്നു കേട്ടോ. ഈ ബിൽഡിങ്ങാന്ന് തോന്നുന്നു. ഈ ബിൽഡിങ്ങാണ് കേട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വെക്കാൻ നോക്കാം. നമ്മളങ്ങനെ രാവിലെ ആയിട്ട് നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളാണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലോഡ്ജിൻ്റെ കറക്റ്റ് പുറം വശമാണ് കേട്ടത്. അപ്പോൾ നമ്മളങ്ങനെ സൺറൈസൊക്കെ കൊണ്ട് നമ്മളാണ്ട് ആദ്യം നമുക്കിപ്പോൾ അവിടെ പോകാം. സ്റ്റേഡിയം കാണാൻ പോകട്ടെ. വീടിൻ്റെ അടുത്തല്ലേ. ഈ വാല് തുറന്നിട്ട് താരാണ് തുറന്നത്? അവിടെ വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ട്. ഇന്നലെയൊന്നും വണ്ടി കണ്ടില്ല. ഇവിടെ ഒരു കാരണം ഇട്ടു. നമ്മൾ ലോസ് ആൻഡോസിൽ നമ്മളവിടെ പോയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇല്ല കേട്ടോ. അതായത് നമ്മളിവിടുത്തെ റൂൾസൊക്കെ ഒന്ന് മാനിച്ചു പോകണം. അങ്ങനെ ഓവർ സ്പീഡൊന്നും പാടില്ല. ഇവരെങ്ങനെ പോകണം? അവരെ പുറകെ പോകണം കേട്ടോ. അല്ലെങ്കിൽ ലോസ് ആൻഡോസിലെ മണ്ടൻ പോലീസുകാരെ പോലെ അല്ല ഇവിടുത്തെ പോലീസ്. പിടിച്ചാൽ നേരെ തൂക്കിൽ നമ്മൾ ആടി കളിക്കുന്നുണ്ടാവും അവിടെ. ഇതവിടെ ഇവിടേക്കുള്ള ഇതല്ലേ വഴി. ചേട്ടാ ഞാൻ ഒന്ന് തിരിച്ചോട്ടെ. ഓക്കെ, നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വേൾഡ് കപ്പ് നടന്ന സ്ഥലം. പക്ഷേ ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് ഫ്രാൻസ് ഞാൻ എൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള വഴി കണ്ടുപിടിക്കട്ടെ. ഇതിൻ്റെ അകത്തിപ്പോൾ ഇങ്ങനെ കിടക്കുക. വഴി കണ്ടുപിടിക്കട്ടെ കേട്ടോ. ആ അറ്റത്ത് ഇവിടെ എവിടെയെങ്കിലും വഴി ഉണ്ടാവും. നോക്കട്ടെ. ഇവിടെ വഴി കാണാനില്ല. എനിക്ക് തോന്നുന്നു ആ കമ്പിട്ട സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. അത് തന്നെയാണ് എൻട്രൻസ് തോന്നി. പിന്നെ ഇത് മുഴുവൻ ചുറ്റി വരുന്നുണ്ട്. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മെസ്സി, റൊണാൾഡോ, നെയ്മറൊക്കെ ഒന്ന് കളിക്കണ സ്ഥലം. ഇവിടെയാണ് കേട്ടോ അവരൊന്ന് കളിക്കുക. നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ പിച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മ വയസ്സ് റഷ്യ 2018 വേൾഡ് കപ്പിൽ ഇതാണ് കേട്ടോ. 2018 വേൾഡ് കപ്പ് റഷ്യയിലല്ല നടന്നത്. ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യയുടെ മാച്ചാണ് തോന്നുന്നു. അവിടെ എങ്ങാണ്ടാണ്. റഷ്യയിലല്ലേ. ഇതെന്ത് ഇവിടെ ദുബായിൽ? ഇവിടെയാണ് മെസ്സി, റൊണാൾഡോ ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇരിക്കുക. അവരെ എൻട്രി പോയാണ് കേട്ടോ. എൻ്റെ അമ്മ. പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഇവിടുന്ന് കേട്ടോ അവർ നടന്നു വരാം. ഫ്രാങ്ക്ലിനിപ്പോൾ നടന്നു വരണമല്ലേ. അവരിങ്ങനെയാണ് നടന്നു വരാം. ഏതാണ് ഇവിടേക്കാണ് കേട്ടോ അവരിയ്ക്കുക. ഇവിടെ ഇപ്പോൾ മാച്ചൊന്നും ഇപ്പോൾ അടുത്തിപ്പോൾ ഇല്ല. ഇവിടെ മെസ്സി, റൊണാൾഡോ കളിച്ചിട്ട് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യയുടെ മാച്ചായിരുന്നു. അതിലാരാ ജയിച്ചേ? ഫ്രാൻസ് അറിഞ്ഞൂടാ, മറന്നുപോയി ഗൈസ്. ഇത് റഷ്യയിലാണ് നടന്നത്. പക്ഷെ ഇത് സ്റ്റേഡിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടേ 2022 വേൾഡ് കപ്പ് അറിയാമല്ലോ. നമ്മുടെ അർജൻറ്റീന കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നെറ്റൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ
അതിൻ്റെ മൈക്കൊക്കെ നമ്മൾ കാണാനും വേണ്ട ഒരു ഭാഗ്യം. നമ്മൾ അവിടെ ഗാലറിയിൽ നിന്ന് കളി കണ്ട മാത്രമല്ല പിച്ചിലിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം എങ്ങനെയാണ് പുറകിലേക്ക് ഇറങ്ങുക? ഈ വഴിയാന്ന് തോന്നുന്നു ഇറങ്ങണത്. നമുക്കൊന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നോക്കാം, ഇനി നമുക്ക് പണി കിട്ടും. അതാ ഗൈസ് നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ആയിരുന്നു നിന്നാലേ ആൾക്കാർ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയേ. കളിയൊന്നും ഇല്ലാലും കയറാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെ അകത്ത് അധികം നേരം നിൽക്കണ്ട, പണി കിട്ടും ഗൈസ്. ആരെയും അറിഞ്ഞാൽ നമ്മൾ കള്ളനാ നിൽക്കും. അതാ വലിയ സ്റ്റേഡിയം കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഇല്ല, അതിന് വലിയ വലിപ്പമൊക്കെ ഉണ്ട്. ഇതല്ലേ ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ സാധനം ഇല്ലേ നമ്മൾ ഫോട്ടോ എടുത്ത സ്ഥലം, അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാ നമ്മുടെ ചൈന ടൗൺ അവിടെ ഉണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ട്, ആ ചൈന ടൗണിൻ്റെ ഇപ്പുറത്തുള്ളത്. എനിക്ക് അവിടേക്ക് പോകണമെന്നൊരാഗ്രഹം. ഞാൻ അത് നിറയവട്ടം നമ്മൾ ശരിക്കുള്ള റിയൽ ലൈഫിലൊക്കെ ഞാൻ കണ്ടിട്ട്, പിന്നെ ഓരോ ഗെയിംസിലൊക്കെ ആ ബിൽഡിംഗ് കാണാറുണ്ട് കേട്ടോ. നമുക്കൊന്ന് അതുവരെ എന്തായാലും പോയി നോക്കാം കേട്ടോ, അവിടെ എന്താണെന്ന് അറിയാമല്ലോ. അതവിടെ ചൈനയുടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ചൈനയുടെ ബിൽഡിംഗ് അല്ല കേട്ടോ, അത് അങ്ങനത്തെ ഒരു ക്രിയേഷനിലുള്ള ഒരു സാധനമാണ്. അതിൻ്റെ അകത്തേക്കൊന്നും കിടക്കാൻ പറ്റില്ല. നമുക്കെന്തായാലും ആ ബിൽഡിംഗ് കാണാം കേട്ടോ. ഗണേഷ് ആ ബിൽഡിങ് എനിക്ക് അടുത്തൊന്നും കാണുന്നുണ്ട് കണ്ടേ. ഇത് രണ്ടെണ്ണമാണ്. ഇതിൻ്റെ മേലിൽ നിന്നിട്ടേ നമുക്ക് ചാടില്ലേ, മെല്ലെ പോ. ഇവിടെ നമ്മൾ റോഡിന് മാന്യതൊക്കെ കാണും. സ്റ്റേഡിയം ഇവിടെ നിറച്ച് ബിൽഡിങ് കേട്ടോ. ബിൽഡിങ്ങിനാ വീടൊന്നും ഇല്ല അങ്ങനെ പറയാൻ, വീടൊക്കെ കുറവാണ്. നമുക്ക് ഇവിടെ കയറട്ടോ, മാന്യതാണ് ഗൈസ്. മെല്ലെ പോയാൽ മതി. ഇത് വൺ വേ ആണല്ലോ. നമുക്ക് ഈ വഴി പോട്ടെ. ഇത് കൊള്ളാം ടൈസ്, ഭയങ്കര വൈബാ അവിടെ. വാട്ട് എന്തത്? എന്തോ ഈ കരേൻ്റെ അകത്ത് പെട്ട ആൾക്കാർക്ക് റോട്ടിക്ക് കയറിയവരാണല്ലോ സെറ്റപ്പ്. അത് നമ്മളിപ്പോൾ കയറി വന്നവർ. നമ്മുടെ ഇങ്ങനത്തെ കാറായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, ഞാൻ കയറി വരാൻ പറ്റി. ഗൈസ് ഇവിടെ മോസ്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതോടെ എന്തോ മോസ്കൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊന്നും കാണില്ല, വായിലടച്ചിട്ടേക്കാം. ഇതെന്ത് പെട്ടി പോലത്തെ ബിൽഡിങ്? എനിക്ക് തോന്നുന്നു ഈ പെട്ടി പോലത്തെ ബിൽഡിങ്ങിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ ലോസ് ആൻഡോസിനൊക്കെ. ബുർജ് ഖലീഫൻ്റെ ഫസ്റ്റ് ഘട്ടം മാത്രം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. വാട്ട് ഇതിവിടെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് അത് അതിനും വലിയ സീനാട്ടാ. നമ്മളിങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുക ഈ വഴിയാന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ബുർജ് ഖലീഫ കാണാൻ എത്തിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കാൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ മേലേക്ക് കയറണം കേട്ടോ, ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മേലേക്ക് കയറാൻ നോക്കട്ടെ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കാൻ കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ബാക്കിയൊക്കെ കാണാം കേട്ടോ. അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ക്ലൗഡ്സ് ഇല്ലാത്ത കേട്ടോ. ക്ലൗഡ്സ് സത്യം പറഞ്ഞാൽ താഴെയാണ്. ഇപ്പോൾ അങ്ങനെ ക്ലൗഡ്സ് ഇല്ല, മഴക്കാലമുണ്ടേ. മഴക്കാറ് ഇവിടെ ദുബായിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. പക്ഷേ ക്ലൗഡ്സ് ഒന്നും അധികം ഇല്ല ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ്സ് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കണ്ട ഗൈസ്. ഈ എല്ലുങ്കൃഷ്ണ സാധനം ശരിക്കും ഇങ്ങനെ തന്നെയാണ്. അവിടെ എന്തോ വലിയ ബിൽഡിങ് ഒക്കെ, നമ്മുടെ ചൈന പോലത്തെ ബിൽഡിങ് ഉണ്ട്. ഇതൊക്കെ പീക്കിലാണ്, സ്റ്റേഡിയം അടക്കം. ഇതൊക്കെ ചെറിയ ബിൽഡിങ്. നമുക്ക് എന്തായാലും സെൽഫി എടുക്കണ്ടേ ഗൈസ്, മെയിനായിട്ട് നമ്മൾ അതിനാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ ആ സെൽഫി എടുക്കാൻ പോകുന്നത്. ആംഗിൾ ഇതുവരെ ഉള്ളൂ കേട്ടോ. സാരല്ലേ, നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് ആദ്യം ഇവിടുത്തെ ഒന്ന് എടുക്കാം കേട്ടോ. അത് സൂമോട്ടൊക്കെ കിട്ടുന്നു. നമ്മൾ എടുക്കാൻ എടുത്തുണ്ട് വന്നാ. ഗൈസ് ഇവിടെ താഴെ ഇല്ലാത്തതുകൊണ്ട് മേലിൽ ഭയങ്കര റേഡിയേഷനാണ്, ഭയങ്കര ബ്രൈറ്റ്നെസ്സൊക്കെ കൂടിയിട്ട് വെക്കണം. സാരല്ലേ,
നമുക്ക് എന്തായാലും നമ്മളെ സെൽഫി എടുക്കാം ഗൈസ്. നമ്മളതിനുള്ള വന്നതിനായിട്ടൊന്ന് തിരിയട്ടെ കേട്ടോ. ഓക്കെ, ആംഗിൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് സെൽഫി എടുക്കാൻ പോകാം കേട്ടോ. അതായത് ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം സാധിക്കാൻ പോവാം. സെൽഫി ക്യാമറ കമോൺ. ഗൈസ് നമ്മളെ ആഗ്രഹം എടുക്കാൻ പോവാം. ഫ്രാങ്ക്ലിന് ഹാപ്പിയല്ലേ? നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ബുർജ് ഖലീഫിൻ്റെ മേലെ നമ്മൾ ഫോട്ടോ എടുത്തേക്കാണ് കേട്ടോ. സെൽഫി എടുത്തേക്കാണ് നമ്മൾ. ഏതാ നോക്ക്, ഇത് നമ്മുടെ ക്ലാരിറ്റി ഒക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറയണത് ഞാൻ പറയാൻ വിട്ടാണ് കേട്ടോ. നമ്മൾ ഫോണിലൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് പാരച്ചൂട്ട്, പിന്നെ വെള്ളത്തേക്ക് ചാടുന്നത്, അങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും കണ്ടോ, പാരച്ചൂട്ട് വെച്ച് നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകാം കേട്ടോ. അത് നമുക്ക് അവിടെ ഓറി ബിസ്ക്കറ്റിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാം. ഏതോ ഗൈസ്, ഇതൊക്കെ സീനാണ് കേട്ടോ ഇവിടെ. ഈ ബിൽഡിംഗ് ഉണ്ട്, ഇത് ഗെയിംസിലൊക്കെ കാണുന്ന ബിൽഡിങ്. നമ്മളെന്തായാലും ഓറി ബിസ്ക്കറ്റിൻ്റെ അവിടെ പോയിട്ട് അവിടെ എന്താ കിടക്കണം, എന്തോ കിടക്കുന്നുണ്ടല്ലോ അവിടെ എന്തോ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം എത്ര ഉച്ചയായിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ മിസ്സായ കേസ്, പിന്നെ അടുത്ത ആഴ്ച പ്ലെയിനുള്ളൂ അങ്ങോട്ട്. നമ്മളെന്താ പാരച്ചൂട്ടിൽ വെച്ച് പറന്നെത്തിക്കൊണ്ട് നിൽക്കാം കേട്ടോ. ഓറി ബിസ്ക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഗൈസ്, നമ്മുടെ നേടലുണ്ടിട്ടേ വേറെ ആരോ പാരച്ചൂട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ എന്താ അവസ്ഥ ഗൈസ്. നല്ല പൊരിഞ്ഞ കാലത്ത് നമ്മൾ ആകാശത്ത് കാറ്റും കൊണ്ട് പറന്ന് നിൽക്കാം കേട്ടോ. ഇതവിടെ യാച്ചത് എന്താ, നമ്മളെന്തായാലും ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതുകൊണ്ട് ഓറിയോ ബിസ്ക്കറ്റിന് ആളാണ്. വരക്കോ നമ്മളെ ഫ്രാങ്ക്ലിൻ പിന്നെ അവിടെ പോയാലും ഒരു മാസ്മരികം ഉണ്ടാവുമല്ലോ. നമുക്ക് പാരച്ചൂട്ടൊക്കെ നേരത്തെ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് സീനില്ല. ബുർജ് നമ്മൾ അവിടുന്ന് കേട്ടോ ചാടിയേ. ഫ്രാങ്ക്ലിൻ്റെ ഒക്കെ ഒരു ധൈര്യം സമ്മതിക്കണം. സത്യം പറഞ്ഞാൽ ഇത് സത്യം വട്ടത്തിലല്ല കേട്ടോ. ഇതൊരു മുട്ട പോലത്തെ സാധനം, കോഴിമുട്ട പോലത്തെ സാധനം. പക്ഷെ ഇത് ഇവിടെ നോക്കുമ്പോൾ ആണ് അങ്ങനെ തോന്നുന്നത്. ശരിക്കും ഇത് വട്ടത്തിലാണ്. നമുക്കെന്തായാലും ബോട്ടിൻ്റെ അകത്തുനിന്ന് കയറി നോക്കട്ടെ. ബോട്ടിലങ്ങനെ നമ്മൾ കയറാറൊന്നുമില്ല. നോക്കട്ടെ. അവിടെ പൊട്ടിയ ബോട്ടൊക്കെ. ഇതിപ്പോൾ ഇവിടുന്നാണ് ഇതിൻ്റെ ഓണറൊന്നുമില്ല ഇവിടെ. ഈ ബോട്ടൊക്കെ വെറുതെ ഇട്ടേക്കാട്ടോ, ആർക്കും വേണ്ട പറഞ്ഞിട്ട്. അതുകൊള്ള ഇതിൻ്റെ സത്യം പറഞ്ഞാൽ എന്താ ഉള്ളതല്ല, പാർട്ടി ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ആരുമില്ല. നോക്കി ഇവിടുത്തെ വേവൊക്കെ വരണുണ്ടോ? ഇതിൻ്റെ അത്ര ഹൈറ്റിലൊക്കെ വരണം. വെറുതെ അല്ലേ 2 നിലയുള്ള ബോട്ട്. ഫ്രാങ്ക്ലിനെ ആർത്തി പിടിക്കല്ലേ. ഇത് ഫ്രാങ്ക്ലിനെ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. ഇത് ഇവിടെ ആരുമില്ല തോന്നുന്നു. കൊള്ളാട്ടത്. സമയത്രേ വാട്ട്? അയ്യോ ഗൈസ്, 1:27 എൻ്റെ അമ്മ ചാടിക്കോ ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ 1:30-ക്കാണ് കേട്ടോ ഗൈസ്. പ്ലെയിൻ പോയി നമ്മൾ ഇവിടുന്ന് ആടുജീവിതം കളിക്കേണ്ടി വരും. എൻ്റെ അമ്മ വേഗം നമുക്ക് എന്തായാലും എയർപോർട്ടിലേക്ക് അല്ല കേട്ടോ, പ്ലെയിനല്ലേ ഇപ്പം പോവും. പ്ലെയിൻ പോയി നമ്മൾ തന്നെ പെടും നമ്മൾ. ഓക്കെ, നമ്മളവിടെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്ലെയിൻ അവിടെ ടേക്ക് ഓഫിന് വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിൽ ഓടി കയറാൻ പോവാ. എൻ്റെ അമ്മ ഗൈസ്, നമ്മൾ പാവാടായിട്ട് ഓടാൻ വേണ്ടിയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. നമ്മളെ സത്യം പറഞ്ഞാൽ കറങ്ങി കിടന്നാൽ അറിഞ്ഞില്ലേ. നമ്മളെ വണ്ടി പ്ലെയിൻ ഇപ്പോൾ ലോസ് ആൻജലസിൽ ഇപ്പോൾ പോവാണ് കേട്ടോ. രാത്രി ആയിട്ട് നമ്മൾ ഇന്നലെ രാവിലെ വന്നാണ്. ഇപ്പോൾ രാത്രി നമ്മളിപ്പോൾ അവിടെ ലോസ് ആൻജലസിൽ ചെല്ലാൻ പോവാട്ടോ. ഓക്കെ, നമ്മൾ ലോസ് ആൻജലസിൽ നമ്മുടെ മറ്റേ എയർപോർട്ടിൽ പണി നടക്കണോണ്ടേ ഇവിടെ അപ്പോൾ നമ്മുടെ വില്ലേജ് എയർപോർട്ടിൽ ഏതോ പ്ലെയിൻ ഇപ്പോൾ ലാൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ എയർപോർട്ടിലേക്കാണ് കേട്ടോ ലാൻഡ് ചെയ്യാൻ പോണത്. സത്യം പറഞ്ഞാൽ അവിടെ ലാൻഡിങ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വേറെ എയർപോർട്ടിലാണ് മിലിറ്ററി ബേസിന് പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോണത്. അവിടെ ലാൻഡ് ചെയ്താലേ നമ്മൾ അറിയിക്കാണ്ട് ലാൻഡ് ചെയ്താൽ പണി കിട്ടുമെന്ന് ഡൗട്ടുണ്ട്. നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലിനെ ഹാപ്പി അല്ലേ? അതല്ലേ നമ്മളിവിടെ
സീനൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവിടെ എന്തോ ട്രക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ ടാക്സി ഒന്നും കിട്ടില്ല. ഇവിടെ ദൂരം നടന്നു പോകേണ്ടി വരും. അവിടുന്ന് ട്രക്കൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദുബായിയുടെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്തോടെ ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ.